നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ കീഴിൽ അതിമനോഹരമായി അവസാന 5 മത്സരങ്ങളിൽ അൺബീറ്റനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ 5 മത്സരങ്ങളിൽ അൺബീറ്റ് ആയിരുന്നത് ഇവാൻ വുക്കോമോവിച്ചിൻ്റെ കാലത്തായിരുന്നു, എന്ന് വെച്ചാൽ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ എന്തൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ച മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സീസണിൻ്റെ തുടക്കത്തിലും ഇപ്പോഴും തമ്മിലുള്ള നല്ല വ്യത്യാസകരമായ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരവിന് വഴിവെച്ചത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കോച്ച് മാറി തന്നെയാണ്. പ്ലേയേഴ്സ് 2-3 പേരെ നമുക്ക് മാറിയിട്ടുള്ളൂ, പക്ഷെ കോച്ച് നമ്മുടെ ഒരു രക്ഷയില്ല. ആഷ്ലി വുഡ് വന്നേ പിന്നെ ഒന്നുമില്ല. ആഷ്ലി വെസ്റ്റ്വുഡ് വന്നേ പിന്നെ ഒന്നും നോക്കാനില്ല. അതിമനോഹരമായിട്ടുള്ളൊരു കോച്ചിങ് ആണ് ആൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് പീറ്റർ ഹാഡ്ലിനും കൂടി നമുക്ക് കിട്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്. പീറ്റർ ഹാഡ്ലി നമുക്കറിയാം, മുൻ ജാംഷഡ്പൂർ FC ഒക്കെ താരമാണ്. അപ്പോൾ താരത്തിന് ISL കുറിച്ച് നല്ല അറിവുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. താരത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും ആ അറിവും കേരള ബ്ലാസ്റ്റേഴ്സിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല വമ്പന്മാരെയും ഈ തവണ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ച് വിട്ടത് ആളുടെയും കൂടി ഒരു കഴിവിൻ്റെ ഇതിലാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ അവസാനം സൈൻ ചെയ്ത 1-2 പ്ലേയേഴ്സ്. ഒന്ന് നമ്മുടെ ഫ്രാഞ്ചു, പറയാതിരിക്കാൻ വയ്യ. പുള്ളി വന്നേ പിന്നെ ഫോർവേഡിൽ ഒരു വിങ്ങിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. വിങ്ങിൽ കൂടെ എങ്ങനെയാണ് പുള്ളി കയറുന്നത് എന്നുള്ളത് ഒരാൾക്കും പിടി കിട്ടാത്ത പോലത്തെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്. പുള്ളിയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ FCക്കെതിരെ വിജയ ഗോൾ, അതുപോലെ മുഹമ്മദ് അൻസിനെതിരെ ആദ്യ ഗോൾ. പുള്ളി ഒരു ടോപ്പ് ക്ലാസ് പ്ലെയറാണ്. പുള്ളിയെ നമുക്ക് നിലനിർത്തിയേ തീരൂ. അത്ര മനോഹരമായ ഒരു പ്ലെയറാണ്. പുള്ളി വന്നേ പിന്നെ ഭയങ്കര മാറ്റങ്ങളാണ് നമുക്ക് സംഭവിച്ചത്. ഇനി മൂന്നാമത്തെ ചേഞ്ച് വേറെ ആരുമില്ല, നമ്മുടെ സെൻറ്റർ ബാക്കായി വന്ന നമ്മുടെ ഫാലുവേട്ടൻ, അങ്ങനെ തന്നെ പറയും. പുള്ളിയുടെ ഹൈറ്റും ആ ഒരു സ്പീഡൊക്കെ യൂസ് ചെയ്തിട്ട് പുള്ളി ഡിഫൻസിന് ഒരു രക്ഷയില്ല. ഇപ്പോൾ എതിരാളികൾ ഭയക്കണ ഒരു ഡിഫൻസായി മാറി. നമ്മുടെ തുടക്കത്തിലൊന്നും അങ്ങനെയായിരുന്നു സീസൺ. ആർക്കും വന്ന് കൊട്ടിപ്പോകാവുന്നൊരു ടീമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര മാറ്റമാണ് അവസാനം 5-6 മത്സരങ്ങളായിട്ട് സംഭവിക്കുന്നത്. കോച്ച് വന്ന ആദ്യ മത്സരം തന്നെ നമ്മൾ തോറ്റു 1-0. അപ്പോൾ എല്ലാവരും നമ്മൾ ബ്ലാസ്റ്റേഴ്സിന് വിധേയതി. പക്ഷേ ഈ പ്ലേയേഴ്സൊക്കെ കോച്ചിന് മനസ്സിലായി വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ കളി മാറി. വമ്പന്മാരെ അവരെ തട്ടകത്തിൽ നിന്ന് തോൽപ്പിക്കുക, അതുപോലെ നമ്മുടെ ഹോം മാച്ചിൽ വമ്പന്മാർ നമ്മൾ തോൽപ്പിക്കുക. ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി മാറി പിന്നീടുള്ള ഓരോ മത്സരങ്ങളും എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാലു വന്നതിൻ്റെ ഒരു നല്ല ചേഞ്ച് സെൻറ്റർ ബാക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഹോർമിപ്പാം ഫോം വീണ്ടെടുത്തു. നമ്മൾ ബിഗാഷിനെയാണ് ആദ്യം കുറച്ച് കളി യൂസ് ചെയ്തിരുന്നെങ്കിലും പിന്നെ ഹോമിപ്പാമിനെ ഇപ്പോൾ ഫസ്റ്റ് 11ലേക്ക് ഈ കോച്ച് വന്നേ പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു വ്യത്യാസം കണ്ടു. ഹോമിപ്പാം നല്ല അടിപൊളിയായിട്ട് ഫാലുവിൻ്റെ ഒപ്പം മിക്സായിട്ട് അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജാണ് നമ്മുടെ ടീമിന് നൽകുന്നത്. പിന്നൊരു ചേഞ്ച്, പഴയ പ്ലെയർ തന്നെയാണ്, പക്ഷെ ഇപ്പോൾ ഭയങ്കര എഫേർട്ട് എടുത്ത് കളിക്കുന്ന ടീമിന് വേണ്ടി കളിക്കുന്ന ടീം പ്ലെയർ ഉണ്ട്, യോക്കെ. നമ്മുടെ അണ്ണൻ ഒരു രക്ഷയില്ല. സംഭവം കാണാൻ മൊട്ടത്തലയൊക്കെയാണ്, നല്ല രസമാണ് ആളെ കാണാൻ. പക്ഷെ ആളുടെ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കൂടെയുള്ള ഒരു മുന്നേറ്റങ്ങൾ, ആളുടെ പന്ത് കിട്ടിയ ആളുടെ ഫിസിക്കും ആളുടെ ഒരു സ്റ്റൈലും വെച്ച് പന്ത് കയറ്റാനായിട്ട് വേറെ ഒരാൾക്ക് പന്ത് പിടിക്കാൻ പറ്റില്ല. എത്ര ടീം പുള്ളിയുടെ അടുത്ത് നിന്ന് പന്തെടുക്കാൻ 2 പേരെയാണ് നിയോഗിച്ചേക്കണേ, എല്ലാ ടീമും എതിരാളികളെ വരുമ്പോൾ. കാരണം പുള്ളി ഭയങ്കര സ്പീഡുമാണ്, അതിനൊത്ത ഫിസിക്കുണ്ട്, ബോഡിയുണ്ട്. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു സ്റ്റൈലാണ് പുള്ളിയുടെ കളി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മുടെ വിങ്ങിന് ഗുണമായി. ഇപ്പോൾ ഫ്രാഞ്ച് വന്നപ്പോൾ റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും യോക്കയും കൂടി ആയപ്പോൾ ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ്. 2 വിങ്ങിൽ കൂടിയുള്ള നമ്മുടെ ക്രോസുകളിൽ നിന്നുള്ള ഗോളുകൾ വന്നു തുടങ്ങി. അവിടെയാണ് ഏറ്റവും വലിയ ചേഞ്ച്. 5ാമത്തെ ഒരു മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രൈക്കർ ഫോമായി ബെർത്തലോമിയോ. തുടക്കത്തിൽ ആൾ അത്ര ഫോമൊന്നും ആയിരുന്നില്ല ആദ്യ മത്സരങ്ങൾ, പക്ഷേ ശരിക്കുള്ള റിയൽ കോച്ച് വന്നപ്പോൾ ആൾ കളി മാറി മക്കളെ. ആളിപ്പോൾ അടിമനോഹരമായി കളിക്കുന്നുണ്ട്. നമ്പർ 9 സ്ട്രൈക്കർക്ക് റോൾ ആൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. എവിടെയൊക്കെ ഫിനിഷ് ചെയ്യാൻ ആളെത്തണം അവിടെയൊക്കെ ആളെത്തുന്നുണ്ട്. ആളുടെ സംഭാവനകൾ ടീമിന് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി മാറുന്നുണ്ട്. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ചേഞ്ചസ്. ഇനി കുറച്ച് വേറൊരു ഡിഫറൻസ് കൂടി ബ്ലാസ്റ്റേഴ്സ് വരുത്തിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, സന്ദീപിനെ വേണ്ടെന്ന് വെച്ചു ഫസ്റ്റ് 11. പഴയ എല്ലാ കോച്ചുമാരും സന്ദീപിനെ താങ്ങി നടന്നിരുന്നവരാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ആഷ്ലി വെസ്റ്റ്വുഡ് വന്ന പിന്നെ സന്ദീപിന് അവസരം കുറവായില്ല. അത് തന്നെ ടീമിൻ്റെ വലിയൊരു മാറ്റത്തിന് കാരണമാണ്. കാരണം സന്ദീപ് ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു താരമാണ്. താരത്തിൻ്റെ ടാലൻറ്റിലൊന്നും നമുക്കൊരു വിശ്വാസക്കുറവ് തോന്നില്ല. പക്ഷെ പുള്ളി ഒരു വീക്കാണ് ശരിക്കും. എതിർ ടീമിന് ഒരു ഫ്രീ ആയി കിട്ടുന്ന ഒരു പ്ലെയർ പോലെയാണ് പുള്ളിയുടെ വിങ് എപ്പോഴും തുറന്നിടാറ്. ഇപ്പം ആ സംഭവമില്ല. അതുപോലെ പുതിയ ഇന്ത്യൻ താരങ്ങൾ ഗോൾ അടിക്കാൻ തുടങ്ങിയെന്നതും വലിയൊരു മാറ്റത്തിന് കാരണമാണ്. നമ്മുടെ ശ്രീകുട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ വിപിൻ, നമ്മുടെ എല്ലാവരും നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ മിക്കവരും ഇപ്പോൾ ഓരോ ഗോളൊക്കെ വെച്ച് നേടും. മലയാളികൾ തന്നെ ഇപ്പോൾ കുറേ പ്ലേയേഴ്സ് നമ്മുടെ വിങ്ങിൽ കൂടെ ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നിഹാലൊക്കെ ഇപ്പോൾ ശരിക്കും കളിച്ചു തുടങ്ങി, വർക്ക് ലോഡ് എടുത്തു തുടങ്ങി. മുമ്പ് നിഹാലൊന്നും അങ്ങനെ കളിച്ചിരുന്നില്ല. കഴിഞ്ഞ പോലെ ലോണിലായിരുന്നു പഞ്ചാബിൽ. ആ ഒരു കളി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിഹാൽ എടുത്തു തുടങ്ങി. നിഹാൽ സുധീഷിൻ്റെ ഗോൾ ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളികൾ ഗോളടിച്ചു തുടങ്ങി, ഇന്ത്യൻ താരങ്ങൾ ഗോളടിച്ചു തുടങ്ങി. ഇതിലും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി എന്താണ് വേണ്ടത്?
അല്ല ഒരു ഫൈനൽ മത്സരം കൂടി ബാക്കിയുണ്ട്. അതിനെങ്കിലും നമ്മുടെ ഫാൻസ് മഞ്ഞപ്പട വരണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഇത്ര നന്നായിട്ട് കോച്ച് ടീമിനെ അവസാനം റെലഗേഷനിൽ നിന്ന് ടേബിളിൻ്റെ മധ്യനിരയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കൊരു അംഗീകാരം കൊടുക്കാൻ ഒരു കളി കൂടി നമുക്ക് ബാക്കിയുള്ളൂ. അത് നമുക്ക് ആരാധകർക്ക് എല്ലാവർക്കും ഒന്ന് ചെന്ന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം. നമുക്ക് നോക്കാം. അവസാന കളി ഗോവയായിട്ടാണ്. ഗോവ നല്ല ഒരു അടിപൊളി ടീമാണ്, നമുക്കറിയാം. എല്ലാ കൊല്ലവും അവർ എന്താ പറയുക ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഗോവ, നമുക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗോവയ്ക്കെതിരെയാണ് ലാസ്റ്റ് മത്സരം, അത് ഹോം മാച്ചാണ്, നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ കാണികളെല്ലാം ചെന്ന് ഉഷാറാക്കണം കളി. നമ്മുടെ ഈ ഒരു വിജയ തുടർച്ച എന്താ പറയുക പരാജയം അറിയാതെ 6ാം മത്സരം കൂടി ആവണം അടുത്ത മത്സരം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സാധിക്കട്ടെ. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ആ മാച്ച്, 15-ാം തീയതിയാണ് മാച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ആൾക്കാർക്ക് ചെന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്താ പറയുക ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതുയോഗം ഇവിടെ പെറുവിടുത്തേക്കാണ്. അടുത്ത കൊല്ലത്തേക്ക് ഇതിൽ മിക്ക ഫോറിൻ പ്ലേയേഴ്സിനെ നിലനിർത്തണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ചൂസ്. നമുക്കിതിൽ പിന്നെ ആ കൂടി നോവ സദോയ് അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണെ മാത്രം തിരിച്ചു കൊണ്ടുവന്നാലും മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ നമ്മുടെ സെറ്റാണ്. ഇപ്പോൾ ഈ കളിക്കുന്നവരൊക്കെ നല്ല അവർ എല്ലാവരും തമ്മിലൊരു ബോണ്ടായിട്ടുണ്ട്. ഇനി ഇവരെ വിൽക്കാതിരിക്കാൻ മാനേജ്മെൻറ്റ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ നമ്മുടെ ഒരു അപേക്ഷയുള്ളൂ. മഞ്ഞപ്പട ഫാനായ ഒരാളുടെ ഒരു അപേക്ഷയാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്പം എന്നും ഫാൻസായി ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വിവ ബ്ലാസ്റ്റേഴ്സ്.